തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു സാധനം ഇതാണല്ലോ, ജനാധിപത്യത്തിൽ വോട്ടിങ്ങാണ്. അത് നിർബന്ധപൂർവമായിട്ട് ഉണ്ടാവേണ്ടതാണ്, അത് നമ്മളെ അവകാശമാണ്. നമ്മൾ വിചാരിച്ച ആളുകളായാലും അല്പം മുകളിലേക്ക് എത്തുന്നത്, നമ്മൾ വോട്ട് ചെയ്യുന്നതും നല്ല തീരുമാനമൊക്കെ നമ്മളെ മനസ്സ് റെഡിയാക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പം അവരായിരിക്കില്ല മുകളിലെത്തുന്നത്. ഈ രാജ്യത്തെ എല്ലാ വ്യവസ്ഥിതികളും ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആണെങ്കിലും ധാരാളം ആളുകൾ വളരെ സമയമെടുത്ത് ചിന്തിച്ച് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ അതിനോട് നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കരുത്. നമ്മൾ ചെയ്യുക, നമ്മളും അതുപോലെ ഈ രാജ്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക, നല്ല സ്ഥാനാർത്ഥി, നല്ല ആശയമുള്ള പാർട്ടികളെ, സ്ഥാനാർത്ഥികളെ നോക്കി വിജയിപ്പിക്കുക. തിരഞ്ഞെടുപ്പില്ലാത്തപ്പോൾ ഒന്നും നടക്കില്ലല്ലോ. പക്ഷേ തിരഞ്ഞെടുക്കണം, ജനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് ഗവൺമെൻറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടട്ടി മറിച്ചും കൊണ്ട് അങ്ങനെ തിരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയില്ല. ആ വ്യക്തിനെ തിരഞ്ഞെടുക്കാൻ തന്നെ വ്യക്തിയായ പോരാ. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആകുമ്പോൾ അതാണ് രാജ്യത്തിനാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരു വ്യക്തിക്കല്ലല്ലോ.